मेरी सांसों में या नबी, मेरी धड़कन में या नबी, मेरी सांसों में या नबी, बोलो या नबी, 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 या नबी। ഉപഭോക്താക്കൾക്കായി കോഴിക്കോട്ടിത വമ്പിച്ച ആദായ വിൽപ്പന. അതെ, വമ്പിച്ച തൂക്കി വിൽപ്പന. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ ബസ് സ്റ്റാൻഡിലും പാളയം ബസ് സ്റ്റാൻഡിലും വിദേശ നിർമ്മിത മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകൾ ഏറ്റവും വിലക്കുറവിൽ. അതെ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ആഡംബരം തുളുമ്പാൻ പ്രൗഢമായ ഡിന്നർ സെറ്റുകൾ 500-ൽ പരം വെറൈറ്റികളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ പീസും തൂക്കി വിൽക്കുന്നു. മ്യൂസിക് പാലസ്, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്, റൂം നമ്പർ 35, സെക്കൻഡ് ഫ്ലോർ, ഓൾഡ് ബ്ലോക്ക്, ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. മ്യൂസിക് പാലസ്, റൂം നമ്പർ 4 and 5, പാളയം ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. മേജർ കാസറ്റ്സിന്റെ ഓഡിയോ കാസറ്റുകളുടെയും സിഡികളുടെയും മൊത്തവിതരണക്കാർ മ്യൂസിക് പാലസ്. ഫോറിൻ മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകളുടെ തൂക്കി വിൽപ്പനക്കാർ മ്യൂസിക് പാലസ്. മേജർ കാസറ്റ്സിന്റെ ഓഡിയോ കാസറ്റുകളുടെയും സിഡികളുടെയും മൊത്തവിതരണക്കാർ മ്യൂസിക് പാലസ്. ഫോറിൻ മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകളുടെ തൂക്കി വിൽപ്പനക്കാർ മ്യൂസിക് പാലസ്. من بكى من خشية الله فلن يلج النار حتى يعود اللبن في الضرع سيدنا وحبيبنا محمد رسول الله. والنفس كالطفل إن تهمله شب على حب الرضاع وإن تفتنه ينفطمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فاصرف هواها وحاذر أن توليه إن الهوى ما تولى يصمي أو يصمي. وراعها وهي في الأعمال سائمة وإن هي استهلك المرعى فلا تسمي. كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم. واخشى الدسائس من جوع ومن شبع فرب مخمصة شر من التخم. واستفرغ الدمع من عين قد امتلأت من المهارم والزم حمية الندم. സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട പ്രവാചക പ്രേമികളായ സഹൃദയർ, ബുർദ സപ്തദിന പ്രഭാഷണവേദിയിലാണ് നാം സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നത്, അവിടത്തെ പറയുന്നത്, അവിടത്തോട് അടങ്ങാത്ത ഉത്കടമായ സ്നേഹം കാരണം അണപൊട്ടി ഒഴുകിയ ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ
കവിതാ ഈരടികൾക്ക് അർത്ഥം പറയുന്നതും അത് വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അല്ലാഹു ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് പൊരുത്തപ്പെട്ട് നാളെ സ്വർഗീയ ലോകത്ത് ആ ഹബീബിന്റെ ഓരത്ത് ഒത്തുകൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മനസാവാചാ കർമ്മണ ഈ സദസ്സിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവ, ഈ സദസ്സിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലെത്തിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ദുഃഖദൂരങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആശയങ്ങളുടെ വലിയ ഒരു വലയം തന്നെ നാളെ പരലോകത്തുണ്ടാകുമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്കൊരിടം കിട്ടാൻ ഒരു സുന്ദര മുഹൂർത്തമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ നഫ്സിനോടുള്ള ജിഹാദ്, സ്വശരീരത്തോടുള്ള സമരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമാം ബുസീരി ഇപ്പോഴും വിഷയത്തിലെത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് എത്തിക്കാം. നാളെ വിഷയം തൊട്ട് തുടങ്ങാം. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്റെ അനിയന്ത്രിതമായ തന്റെ ഈ അനുരാഗച്ചൂട് നമ്മളെ അറിയിച്ചു. എന്നെ നീ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഉദ്രിയ ഗ്രേഡിലേക്ക് പൊങ്ങിയ സ്നേഹം തലക്കു പിടിച്ച എന്റെ അസ്വസ്ഥതകളെ നീ കുറ്റപ്പെടുത്തരുത് സുഹൃത്തെ എന്ന് എന്നോടും നിങ്ങളോടും വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ഇമാം ബൂസീരി. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ശക്തമായ കുറ്റബോധ പ്രകടനമാണ് നടത്തുന്നത്. തന്റെ ബാല്യകാലം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിനയപൂർവം മഹാനവറുകൾ പറയുന്നെങ്കിൽ എല്ലാം ചെയ്തു, പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത ഒരു മഹാനാണത് പാടിയതെങ്കിൽ ആസ്വാദകരായ നമുക്ക് കവിയെപ്പോലെയല്ല അക്ഷരാർത്ഥത്തിൽ ആ പദങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും. കാരണം തെറ്റുകുറ്റങ്ങളിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഇന്നലെ ഞാൻ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ മരുന്നുകൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ശരീരത്തെ നിയന്ത്രിക്കേണ്ടതെന്ന്, എന്താണ് ശരീരമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന്, ശരീരേച്ഛയെക്കുറിച്ച് നന്നായി പഠിപ്പിച്ചു തന്നു, അതിന്റെ പിന്നാലെ പോകുന്നത് കരുതണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി നമ്മെ പഠിപ്പിക്കുകയാണ്. തിന്മ കൊണ്ട് തിന്മയുടെ മോഹം അറുത്തുകളയാമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. നന്മയിലേക്ക് വഴി നടത്തേണ്ടത് നന്മയിലൂടെയാണ് എന്ന് ഇന്നലത്തെ പ്രഭാഷണത്തിൽ നാം പറഞ്ഞവസാനിപ്പിച്ചു. ഇനി ബഹുമാനപ്പെട്ടവർ പറയുന്നത് നഫ്സ, നിങ്ങളുടെ സ്വന്തം ശരീരം എന്ന് പറഞ്ഞ ഇന്നലെ നാം പരിചയപ്പെട്ട തിന്മകൾ കൊണ്ട് വല്ലാതെ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുന്ന, കൽപ്പന മുഴക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരം, ആ ശരീരം അതിന് ബാല്യകാല ചാബല്യങ്ങളുണ്ടാകും. ആ ബാല്യകാല ചാബല്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ആ കൗമാരപ്രായത്തിലെ ചാബല്യങ്ങളിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും മോക്ഷം കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ പടിപടിയായി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ശൈശവ ചാബല്യങ്ങൾ നിങ്ങൾ എടുത്തുകളയണം. ബാല്യകാല ചാബല്യങ്ങൾ, ഈ വീക്ക്നെസ്സുകൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ തിരുത്തണം. മഹാനവറുകൾ പറയുന്നു, ഇന്ന് ഓതിവെച്ച, നാം ആദ്യമായി ചൊല്ലിവെച്ച ആ ബൈത്തുകളുടെ സാരാംശങ്ങൾ മുഴുവനും ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് ചർച്ച ചെയ്യണം. കാരണം ഇനിയും ഇത് ഇന്ന് തീരാതിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വരികളുടെ ആശയങ്ങൾ പരമാവധി ചുരുക്കി മർമ്മപ്രധാനമായത് മാത്രം ഉണർത്തിക്കൊണ്ടുപോവുകയാണ്. നിന്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. എന്റെയും നിങ്ങളുടെയും ശരീരം
മനുഷ്യന്റെ ശരീരം അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. ആ കുഞ്ഞിനെ നീ ശ്രദ്ധിക്കാതെ വിട്ടാൽ അവൻ ചെറുപ്പത്തിൽ അവൻ മുല കുടിച്ചുകൊണ്ടിരിക്കും. അത് മുടക്കാതെ, ആ കുട്ടിയുടെ മുലകുടി മുറിക്കാതെ അവനെ നീ അങ്ങനെ തന്നെ അവന്റെ സ്വഭാവത്തിൽ അങ്ങ് വിട്ടേക്കുകയാണെങ്കിൽ ശബ്ബ അലാ ഹുബ്ബിർ റദാൾ, മുലകുടി പ്രേമത്തിലായിട്ട് അവൻ യുവത്വം പ്രാപിക്കുന്നതാണ്. ശബ്ബ അലാ ഹുബ്ബിർ റദാൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം. മുല കുടിക്കുക എന്നത് ചെറുപ്രായത്തിൽ ഈ കുട്ടിക്ക് വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്. ആ കുട്ടി അത് ചെയ്യുന്നു, പക്ഷേ വലുപ്പത്തിന് അവൻ മുല കുടിച്ചുകൂടാ. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മുലകുടിയെ നീ 2 വയസ്സ് പൂർണ്ണമായി മുല കൊടുത്തതിന്റെ ശേഷം നീ അത് നിയന്ത്രിക്കേണ്ടതാണ്. എങ്ങനെ? ഉമ്മയുടെ മുലയിൽ കയ്പ് രസമുള്ള എന്തെങ്കിലുമൊക്കെ പുരട്ടിയിട്ട് ആ കുഞ്ഞിനെ മടുപ്പിക്കുന്ന ശൈലി, പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് പതുക്കെ നിർത്തിക്കുന്ന ഒരു ശൈലി നമ്മുടെ ഉമ്മമാർ സ്വീകരിക്കാറുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങൾ നിർബന്ധം പിടിച്ചേക്കാം, ഉമ്മ കഴുകിത്തരണം എന്ന് പറഞ്ഞ് കരഞ്ഞേക്കാം, കഴുകി കുടിപ്പിച്ചേക്കാം. 2-3 തവണ ഇങ്ങനെ ഒരു ചെറിയ ബ്രേക്കിടൽ നടത്തുമ്പോൾ സ്വാഭാവികമായി ആ കുഞ്ഞ് മുലകുടിയിൽ നിന്ന് വിരമിക്കുന്ന രംഗം നമ്മൾ കാണുന്നു. അല്ല, ഈ കുഞ്ഞിനെ നിങ്ങൾ തീരെ ശ്രദ്ധിച്ചതേയില്ല. അവൻ കുടിക്കുന്നിടത്തോളം കുടിക്കട്ടെ, അവൻ സ്വയം മതിയാക്കുമ്പോൾ മതിയാക്കട്ടെ എന്ന് കരുതിയാൽ ശബ്ബ അലാ ഹുബ്ബിർ റദാൾ, അവൻ എത്ര വലിയ യുവാവാണെങ്കിലും 25-ാമത്തെ വയസ്സിലും അവന്റെ ഉമ്മയുടെ പാല് നുകരും, അവന്റെ ഉമ്മയുടെ മുല കുടിക്കുമെന്ന കാര്യം സത്യമാണ്. കാരണം മുലപ്പാല് അത്രയും ടേസ്റ്റുള്ള മറ്റൊരു സാധനം അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. അമ്മിഞ്ഞപ്പാലോളം വരുന്ന ഒരു ഔഷധവും അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷണവും യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് 2 കൊല്ലം പൂർണ്ണമായും മുല കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ കാരണം. അവിടെ നിന്ന് അങ്ങോട്ട് കുടിപ്പിച്ചുകൂടാ. 2 വയസ്സുവരെ കൊടുക്കണം. 2 വയസ്സായാൽ ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകുമെന്ന് മഹാന്മാർ ഉണർത്തുന്നത് കാണാം. നമുക്ക് വിഷയം അതല്ല. ബഹുമാനപ്പെട്ടവരൊരു ഉദാഹരണത്തിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശരീരം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. നിങ്ങൾ ആ കുഞ്ഞിന്റെ മുലകുടിയിൽ ഇടപെട്ട് അത് മുറിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് അത് സ്വാഭാവികമായി ക്രമേണ അത് മാറ്റിക്കളയും. അതേസമയം അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ആ കുഞ്ഞിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാതെ വിട്ടാൽ ആ കുഞ്ഞ് വലുപ്പത്തിലും മുല കുടിക്കും. അവിടെയാണ് മദ്രസയിൽ ചേർത്തിയ കുഞ്ഞ് മദ്രസ വിട്ടാൽ ഓടുവന്ന് ഉമ്മയുടെ മുല കുടിക്കുന്നത്. കാരണം ആദ്യം നിയന്ത്രിക്കാനുള്ള അവസ്ഥയാണ്. 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ വരെ മുല കുടിക്കുന്ന അപൂർവം ചില വില്ലന്മാരെ കുറിച്ച് നമുക്കൊക്കെ പരിചയമുണ്ടാവും. അപൂർവം ചില ആളുകൾ. എന്തേ കാരണം? ഉമ്മയുപ്പയും ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ല എന്നതാണ്. ആ കുഞ്ഞിന്റെ മുലകുടി നീ നിർത്തുന്നെങ്കിൽ, മുറിക്കുന്നെങ്കിൽ ആ കുഞ്ഞ് സ്വയം അതിൽ നിന്ന് മാറി നിൽക്കും. ആ ഏർപ്പാട് കുഞ്ഞ് നിർത്തിവെക്കും. ഇതേ രൂപത്തിലാണ് നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബാല്യകാല ചാബല്യങ്ങള്, ഇതാ ഞാൻ പറഞ്ഞത്. കൗമാരപ്രായത്തിലെ ഇവന്റേതായ പോരായ്മകള്, ചാബല്യങ്ങള് അത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലുപ്പത്തിലും അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നീ പ്രായം തികയും തോറും നീ ബാല്യകാല ചാബല്യങ്ങളെ നിയന്ത്രിച്ച് ഒരു കുട്ടി പ്രായം തികയുമ്പോൾ അവന്റെ ആ സ്വഭാവങ്ങളൊക്കെ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മനുഷ്യ, നീ നിന്റെ ശരീരങ്ങളെ തിന്മയിൽ നിന്ന് പതുക്കെ നീ മാറ്റി നിർത്തണം. അതിനെ നീ നന്മ ശീലിപ്പിച്ചുകൊണ്ടുവരണം. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം പറയുന്നത്. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? ഇങ്ങനെയാണ് ശരീരമെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ആ വഴിക്ക് തന്നെ മുന്നേറും. അല്ലെങ്കിൽ നീ വിചാരിച്ചിടത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരാനും കഴിയും എന്നതാണ് ശരിയെങ്കിൽ നിന്റെ ശരീരത്തെ നീ എന്തു ചെയ്യണം? ഫസ്രിഫ് ഹവാ വഹാദിർ അൻ തുബല്ലിയഹു
ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി. ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം അവറുകൾ, ഫസ്രിഫ് ഹവാഹ, അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ഇച്ഛ, ആ ശരീരത്തിന്റെ താൽപര്യം, അതിനെ നീ തിരിച്ചു കളയ്. ഫസ്രിഫ് ഹവാഹ, നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ നീ തിരിച്ചു കളയണം. ശരീരം ഇച്ഛിച്ചതെല്ലാം ചെയ്തുകൂടാ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓതി. ഈ 2-3 വരികളും കൂടെ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അത് വേഗം ഇന്ന് പൂർത്തിയാക്കുകയാണ്. ഇന്നലെ ഓതിയ ആയത്തുകളും ഹദീസുകളും ഒക്കെ നിങ്ങൾ കൂട്ടി വായിക്കണം. ഒരുപാട് ആയത്തുകൾ ഞാൻ ഇന്നലെ ഓതി. സ്വന്തം ഇച്ഛയെ ഇലാഹാക്കുന്നവരെ കുറിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. കാരണം ഇച്ഛാശക്തിക്ക് അടിമപ്പെട്ട ഒരാൾക്ക് അവന് മതമില്ല, അവന് നിയമമില്ല, അവന് വിലക്കുകളില്ല. അവന്റെ മതം, അവന്റെ നിയമം, അവന്റെ വിലക്ക് അതവന്റെ ഇച്ഛ തന്നെയാണ്. ായി അവൻ ജീവിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ ശരീരത്തിന്റെ താൽപര്യത്തെ നീ ബ്രേക്ക് ഇടണം, അതിനെ നീ തിരിച്ചു കളയണം. ആ ഇച്ഛാശക്തിയെ കാര്യകർത്താവാക്കുന്നത് നീ സൂക്ഷിക്കണം. നീ കരുതിയിരിക്കണം. അന്തുവല്യഹു, നിന്റെ ശരീരത്തെ കൈകാര്യമേൽപ്പിക്കുന്നത്, ശരീരേച്ഛയെ, നിന്റെ ഹവയെ കൈകാര്യമേൽപ്പിക്കുന്നത് നീ സൂക്ഷിക്കണം. തോന്നിയതുപോലെ നടക്കുക എന്ന ശൈലി നീ ശരീരത്തെ പഠിപ്പിക്കരുത്. മറിച്ച് നിനക്ക് നൽകപ്പെട്ട ആ നിയമാവലി അനുസരിച്ചായിരിക്കണം നിന്റെ ശരീരത്തെ നീ അതിന്റെ ചലനം ശീലിപ്പിക്കേണ്ടത്. ശരീരത്തെ ശീലിപ്പിക്കേണ്ടത് അള്ളാഹുവിനാലും പ്രവാചകനാലും നൽകപ്പെട്ട ആ നിയമാവലിയാണ് നിന്റെ ശരീരത്തെ ശീലിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ സംഗതി ഗൗരവമാണ്. ശരീരേച്ഛയെ കാര്യകർത്താവാക്കുന്നത് നീ സൂക്ഷിക്കണം. അത് പറയും പോലെ കേൾക്കുന്ന അവസ്ഥ നിനക്കുണ്ടാവരുത്. ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി. നിന്റെ ഇച്ഛ മാത്തവല്ല, അത് നിന്റെ കാര്യമേറ്റെടുക്കുന്ന കാലത്തോളം ഇച്ഛാശക്തിയാണ് നിന്നെ നിയന്ത്രിക്കുന്നത്, നിന്നെ അധീനപ്പെടുത്തുന്നതെങ്കിൽ, ഇച്ഛാശക്തി നിന്നെ അധീനപ്പെടുത്തി കഴിഞ്ഞാൽ, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ചുറ്റുപാടിലെത്തിയാൽ, യുസ്മി ഔ യസ്മി, യുസ്മി അത് നിന്നെ കൊന്നുകളയും, നിന്നെ തന്നെ തകർത്തുകളയും. അത് ഔ യസ്മി, അല്ലെങ്കിൽ നിന്നെ ജനങ്ങൾക്കിടയിൽ മാനം കൊടുക്കും. കണ്ടോ, ഇച്ഛക്കനുസരിച്ച് നീങ്ങിയാലുള്ള അവസ്ഥ എന്താ? ഒന്നിരിക്കൽ നിന്റെ ശരീരത്തെ അത് കൊന്നുകളയും, അല്ലെങ്കിൽ നിന്നെ 4 ആൾക്കിടയിൽ മാനം കെടുക്കും. എത്ര നല്ല പദപ്രയോഗമാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത്. യുസ്മി ഔ യസ്മി, ശരീരം ആഗ്രഹിക്കുന്നതങ്ങ് ചെയ്തു പോയാൽ വലിയ അപകടമാണ്. കാരണം എത്രയോ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണ്. വിവേകം കൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ. പക്ഷേ അതൊക്കെ കഴിക്കണമെന്ന താല്പര്യം സ്വാഭാവികമായി തോന്നും. മദ്യപിക്കുന്നത് ശാരീരികമായി അപകടമാണെന്നറിയാത്തവരില്ല, പന്നിമാംസം ശരീരത്തിന് അപകടമാണെന്നറിയാത്തവരില്ല. പക്ഷേ ഹറാമാക്കപ്പെട്ട മാംസമായതുകൊണ്ട് തന്നെ പന്നിമാംസത്തിന് ടേസ്റ്റ് കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ശരീരത്തിന് അതിലേക്ക് സുഖത്തുണ്ടാകും, താല്പര്യമുണ്ടാകും. അത് നീ എടുത്ത് നിന്റെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ച് നീ മദ്യപിക്കാനും പന്നിമാംസം കഴിക്കാനും അതുപോലെ വേണ്ടാത്തരം ചെയ്യാനും നീ വ്യഭിചരിക്കാനും, ഇതൊക്കെ ശരീരത്തിന്റെ മോഹങ്ങളാണ്. അതിലേക്ക് അങ്ങ് ഒരുങ്ങിയാൽ എയ്ഡ്സ് പിടിച്ച് നീ മരിച്ചുപോയേക്കാം. നിന്റെ അനാരോഗ്യം കാരണം നീ മരിച്ചുപോയേക്കാം. പലവിധത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് നീ മരിച്ചുപോയേക്കാം. യുസ്മി ഔ യസ്മി, അല്ലെങ്കിൽ നീ ജനങ്ങൾക്കിടയിൽ ബോറാകും. മൃഗത്തെ പോലെ ജീവിക്കാനൊരുങ്ങിയാൽ മാന്യന്മാരുടെ ഇടയിൽ നിനക്കൊരു വിലയും ഉണ്ടാവില്ല. നിന്നെ അത് മാനം കെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ഇച്ഛയെ നീ നിയന്ത്രിക്കണം. നാൽക്കാലിയെ പോലെ നീ ജീവിക്കരുത്. പിന്നീട് മനുഷ്യന്മാർ നിനക്ക് മൃഗത്തിന്റെ വില പോലും നൽകില്ല. ഇന്നലെ പറഞ്ഞല്ലോ, ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ. ഈമാനും അമലു സാലിഹാത്തുമുള്ള മനുഷ്യൻ പ്രപഞ്ച വസ്തുക്കളിൽ ഏറ്റവും ഉന്നതനാണ്. ഖൈറുൽ ബരിയ, ഉലൈക ഹും ഖൈറുൽ ബരിയ. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് തന്നെ പറഞ്ഞു, ദൈവനിഷേധിയായ മനുഷ്യൻ, നന്ദികെട്ട മനുഷ്യൻ. ഇന്നല്ലദീന കഫറു, നന്ദികെട്ട വർഗത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതെന്താ? അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ഹും ശർറുൽ ബരിയ. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ ഏറ്റവും മോശപ്പെട്ടവരും വൃത്തികെട്ടവരുമാണവരും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം.
ഒരു നിലക്കും ശരീരത്തിലെ അപകടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. വറാഇഹാ വഹിയ ഫിൽ അഅ്മാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസിമീ. കണ്ടോ നിങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. വറാഇഹാ, മഹാനായ ഇമാം ബൂസീരി പറയുകയാണ്, നല്ലവണ്ണം ശ്രദ്ധിച്ചോ. അതുകൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിന്റെ ശരീരം ചെയ്യുന്നതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി നിൽക്കണം. ശരീരത്തിന് വേണ്ടാത്തരം ശീലിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, കരുതിക്കോ, ശരീരം നിന്നെ പറ്റിക്കും. വറാഇഹാ, അതുകൊണ്ട് ശരീരത്തെ നീ നല്ല പോലെ നിരീക്ഷിച്ചോ. വറാഇഹാ, നിന്റെ ശരീരത്തിന് നീ നല്ല നിരീക്ഷണം ഏർപ്പെടുത്തണം. എവിടെ? വഹിയ ഫിൽ അഅ്മാലി സായിമതു, നിന്റെ ശരീരം, നിങ്ങളുടെ ശരീരങ്ങള് നല്ലതായ സുഹൃതങ്ങളിലും ബാഖിയാത്തു സാലിഹാത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന എന്നും നിലനിൽക്കുന്ന സുഹൃതങ്ങളിലെ നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദഖ തുടങ്ങിയ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഹൃതങ്ങളായ സുഹൃതങ്ങളിൽ മേഞ്ഞു നടക്കുന്ന ശരീരം, മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്നത് പോലെ മേഞ്ഞു നടക്കുന്ന മൃഗത്തോടാണ് ശരീരത്തെ ബഹുമാനപ്പെട്ട ഇമാമ് ഉപമിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിലിരിക്കുന്ന രഹസ്യം ഞാൻ പറയാം. വറാഇഹാ, നിന്റെ ശരീരത്തെ നീ നിരീക്ഷിക്കണം. വഹിയ ഫിൽ അഅ്മാലി സായിമത്തുൻ, ആ ശരീരം നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം പോലെയുള്ള സുഹൃതങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും നീ നിന്റെ ശരീരത്തെ നിയന്ത്രിക്കണം. എന്തേ? വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസ്മീ, ഈ മേത്തിൽ സ്ഥലത്ത് മധുനുകരാൻ നിന്റെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഇടവന്നാൽ, വഇനിസ്തഹലത്തിൽ മർആ വഇൻ ഹിയസ്തഹലത്തിൽ മർആ, ആ ശരീരത്തിന് മധുരം നുണയാൻ ഇടയായാൽ, എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെടാത്ത ചക്കര, അനുവദിക്കപ്പെടാത്ത മധുരം അവിടെ എവിടെയെങ്കിലും നുണയാൻ ഇടവന്നു കഴിഞ്ഞാൽ ഫലാ തുസ്മീ, പിന്നെ ആ മേത്തിൽ സ്ഥലത്ത് കൂടുതൽ ഇനിയും നീ വെച്ചു മേക്കല്ല. ഫലാ തുസ്മീ, ഇനിയും നിന്റെ കാലികളെ നീ അവിടെ മേക്കാൻ പാടില്ല. നല്ല പുല്ല് മേഞ്ഞു തിന്നുന്ന നിന്റെ കാലികൾ, നിന്റെ മൃഗങ്ങൾ, അതിനിടയിൽ വിഷപ്പുല്ലുകളുണ്ട്. മൃഗത്തിന് ഇതറിയില്ല ഇതിന്റെ ഇടയിൽ വിഷപ്പുല്ലുകളുണ്ടെന്ന്. ആ വിഷപ്പുല്ല് കടിക്കുന്നുണ്ടെന്ന് നീ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ആ മൃഗത്തെ പിൻവലിക്കണം. ആ മൃഗത്തെ അവിടെ നിന്ന് എടുക്കണം. ഇതേ രൂപത്തിൽ സംഗതി നിസ്കാരമായിരിക്കാം, നോമ്പായിരിക്കാം. ഇങ്ങനെ നല്ല നല്ല അമലുകളിൽ മേഞ്ഞു നടക്കുന്ന നിന്റെ ശരീരം നല്ലത് തന്നെയാണ്. നല്ല പുല്ലുകൾക്കിടയിൽ ആ വിഷപ്പുല്ലുള്ളത് ഒന്നോ രണ്ടോ വിഷപ്പുല്ലല്ലേ ഉള്ളൂ എന്ന് കരുതി ആ വിഷപ്പുല്ല് കടിക്കുന്നത് നീ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതാ ഇത്രയും തിന്നത് മുഴുവനും അപകടത്തിൽപ്പെടും. ഒരുപക്ഷേ നിന്റെ ആട്ടിൻകുട്ടി തിന്നുന്നത് പൂളയായിരിക്കും. പുല്ല് കടിക്കുന്നതിന് നല്ല പുല്ലുണ്ട് പാടത്ത്, വയൽ വരമ്പത്ത് നല്ല പുല്ലുണ്ട്. അത് തിന്നുന്നതിന്റെ ഇടയിൽ വയലിൽ നിന്ന് ഇങ്ങോട്ട് എത്തി നിൽക്കുന്ന പൂള കടിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വെട്ടിയിട്ട വാടിയ പൂളക്കൊമ്പുകൾ തിന്നുന്നു. അതോടുകൂടെ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഈ സാധനത്തിൽ ഇടയ്ക്കിടെ ചില കട്ടുകൾ കുടുങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പറ്റാത്ത ചില സീസൺ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ആടുകൾ ഇത് തിന്ന് ചാവാൻ കിടക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ ഒന്നോ രണ്ടോ കൊമ്പല്ലേ, ഒന്നോ രണ്ടോ ഇലയല്ലേ, അതുപോലെ അപൂർവമായി കാണുന്ന വിഷപ്പുല്ലുകൾ ഇത്രയും നല്ലത് തിന്നുമ്പോൾ അതവിടെ ഉണ്ടായിക്കോട്ടെ, അത് ഗൗനിക്കണ്ട എന്ന് കരുതിയാൽ ഈ നല്ലതൊന്നും തിന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല, സാധനം ചത്തുപോകും. ഇതേ രൂപത്തിൽ സംഗതി നിസ്കാരമായിരിക്കാം, നോമ്പായിരിക്കാം, അവിടെ എവിടെയെങ്കിലും നിന്റെ ശരീരത്തിന് അനുവദിക്കപ്പെടാത്ത മധുരം നുണയാൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നാലാള് നിന്റെ നിസ്കാരം കാണുന്നത്. നിന്റെ മനസ്സിൽ എത്ര നിയന്ത്രിച്ചിട്ടും കിട്ടുന്നില്ല. അയാൾ കാണണം, അവർ കാണണം എന്റെ അമലി എന്ന് തന്നെ തോന്നിപ്പോവുകയാണ്. എങ്കിൽ ഇതൊരു രോഗമാണ്. ആ റിയാദ് നിന്റെ കൽബിലേക്ക് കടന്നു വരുന്നതോടുകൂടെ നീ ആ ഏർപ്പാട് നിർത്തണം. ഇതാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നീ പ്രഭാഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദികൾ സംഘടിപ്പിക്കുന്നു, അധ്യാപനം നടത്തുന്നു, നല്ല നല്ല സേവനങ്ങൾ ചെയ്യുമ്പോ ജനങ്ങൾ കാണണമെന്ന മനസ്സ് എങ്ങനെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഏകാഗ്രതയിലേക്ക് പോകണം. ആരാധനയ്ക്ക് വേണ്ടി
അല്ലാതെ പരസ്യമായി ആരാധിക്കാൻ പാടില്ലെന്നല്ല. നിന്റെ ഹൃദയത്തിന് വല്ലാത്ത നുണ ഇത് നിന്റെ ഹൃദയത്തിൽ വല്ലാതെ കടന്നു വരുന്നുണ്ടെങ്കിൽ, ഈ അനുവദിക്കപ്പെടാത്ത കേസുകൾ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ മനസ്സിനെ നീ നിരീക്ഷിക്കണം. എപ്പോഴാണോ കടന്നു വരുന്നത് ഉടനെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം. നല്ല അമലുകൾ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള രോഗം പിടിപെട്ട് നിങ്ങളുടെ ശരീരത്തെ അത് ദുഷിപ്പിച്ചു കളയും, സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കയറി വരുമ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞ് കരഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു രംഗം കാണുന്ന ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മാലീ അറാക മുഹമ്മ മാലി അറാക മുഹമ്മ, എന്തു പറ്റി നബിയേ നിങ്ങളെ ഞാൻ ടെൻഷൻ അടിച്ച് കാണുന്നല്ലോ. മാലി അറാക മുഹമ്മ, എന്തേ നബിയെ നിങ്ങൾക്ക് ഇത്ര വലിയ ടെൻഷൻ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന ശിർക്ക് ആലോചിച്ചിട്ടാണ് ഞാൻ വല്ലാതെ വിഷമിക്കുന്നത്. എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്ന ശിർക്ക്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ ചോദിച്ചത്രേ, അത്ഭുതപൂർവ്വം ചോദിച്ചത്രേ, അവ തുശ്രികു ഉമ്മതുക യാ റസൂലല്ലാഹ്, നബിയേ ഈ രൂപത്തില് ശിർക്ക് അതിന്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുമ്പോൾ അത് തല്ലിത്തകർത്ത് നിങ്ങളുടെ അനുയായികൾക്ക് ശിർക്കിനോടുള്ള വിരോധം നിങ്ങൾ മനസ്സിലൂട്ടിയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശിർക്കിനോടുള്ള നീരസം അവരുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉമ്മത്ത് എങ്ങനെ നബിയെ ഇനി ശിർക്ക് വെക്കുമോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതേ ഉസ്മാൻ ഇബ്നു മദ്ഊനോട് പറഞ്ഞു, അതേ. എന്തേ? ശിർക്ക് ചിന്തിക്കണം. എന്റെ കാലശേഷം ശിർക്ക് വെക്കുന്നതാണ് എന്റെ പേടി. എന്റെ മരണശേഷം ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ശിർക്കാണ് എന്നാ നബി തങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് ഈ ചോദ്യം. അതിന്റെ സ്വാഭാവിക മറുപടി എന്താ വരേണ്ടത്? നമ്മുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കുന്ന ഒരു വിഭാഗമുണ്ട്, തലച്ചോറില്ലാത്ത വിഭാഗം. എന്താണിവിടെ? അവർ പറയുന്നത് ശരിയായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ കുണ്ഠിതപ്പെടേണ്ടത് ഈ വിഷയത്തിലല്ലേ? ഏറ്റവും കൂടുതൽ ഹബീബ് വിഷമിക്കേണ്ടത്, വേദനിക്കേണ്ടത് ഈ വിഷയത്തിലല്ലേ? എന്റെ കാലശേഷം ഇവർ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു ഖൗം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു വിളിക്കുന്ന, റിഫായി ശൈഖിനെ വിളിക്കുന്ന, മഹാന്മാരെ വിളിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതല്ലാതെ വിധങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്ത് ശിർക്ക് വെക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ് ഉസ്മാൻ. ഇന്നഹും ലാ യഅ്ബുദൂന ശംസാ വലാ ഖമറൻ വലാ ഹജറൻ വലാ മതറാ. ഇല്ല സുദ്ദീഖേ, ഇല്ല ഉസ്മാൻ, അവർ ശംസിനെ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ചന്ദ്രനെ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുമെന്നല്ല, വലാ ഹജറം വലാ മദറ, കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുമെന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ വലാ ഷജറം വലാ വസന, ആ മരത്തെ ആരാധിക്കുമെന്നോ അല്ലെങ്കിൽ ബിംബത്തെ ആരാധിക്കുമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വലാകി ബൽ യുറാഊന الناس ബിഅഅ്മാലിഹിം, എങ്കിലും അവരവരുടെ സുഹൃതങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയുണ്ടാകും, ഒരു പ്രദർശനപര. ഇതെന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരാനുള്ളതാണ്. നല്ല അമലുകളൊക്കെ അങ്ങനെ ജനങ്ങൾ കാണാൻ ചെയ്യുമ്പോൾ അതിനൊരു മാനസിക സുഖം. ഇതാണ് എന്ന് പറഞ്ഞത്. മേസിൽ സ്ഥലത്ത് നിന്റെ മനസ്സിന് സായൂധ്യം ലഭിക്കുമ്പോൾ, മധുരം ലഭിക്കുമ്പോൾ, മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഇത്തരം വേണ്ടാത്ത രോഗങ്ങളിൽപ്പെട്ട് അത് മുഖേന നിന്റെ മനസ്സിന് സുഖം തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും നീ നിന്റെ മൃഗത്തിന്റെ കയറയക്കല്ല, അവിടെ തന്നെ വെച്ചുമേക്കല്ല, ഇന്ന് പിടിക്കുക, പിന്നെ അതിനവിടെ വെച്ചേക്കരുത്, ആ കയറൊന്ന് കുറുക്കി പിടിക്കണം. അനുവദിക്കുന്നത് മാത്രമേ മേഞ്ഞിരുന്നാൽ അനുവദിക്കാവൂ.
അല്ലാത്തതിനെ തൊട്ട് നീ തടയണം. ഞാൻ പറഞ്ഞു വന്നത് ശിർക്കുൽ അസ്ഗർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞ ശിർക്കാണ് റിയാ. ഇത് നിങ്ങളുടെ അമലിലേക്ക് കടന്നു വരുന്നത് സൂക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇല്ല, പലപ്പോഴും നമ്മൾ അറിയില്ല, പലപ്പോഴും നല്ലതെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പലതും അപകടമാകാറുണ്ട്. റിയാഓടുകൂടെ ചെയ്യുന്ന അമലുകൾ, അതുപോലെ തന്നെ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാതെ നാം ചെയ്യുന്ന അമലുകൾ, അതാണ് നാം ബുഖാരി അടുത്ത വാക്കിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തിടുന്നത്. കം ഹസ്സനതു ലബ്ബതൻ ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കം ഹസ്സനതു ലബ്ബതൻ ലിൽമർഇ ഖാതിലതൻ. കാരണം ഈ ശരീരം, മനസ്സ്, എത്ര മനുഷ്യന്മാർക്കാണ് മാരകമായ പല സംഗതികളെയും നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുത്തത്. കം ഹസ്സനതു ലബ്ബതൻ, എത്ര സുഖങ്ങളെയാണ് നല്ലതായി തോന്നിപ്പിച്ചു കൊടുത്തത് ഈ ശരീരം. ലിൽമർഇ, മനുഷ്യന്, ഖാതിലതൻ, സംഗതി അത് മാരകമാണ്, ഇവനെ കൊന്നുകളയാൻ മാത്രം പോന്നതാണ്. എന്നിട്ട് നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന പലതും അപകടത്തിലേക്ക് ചെന്നുവീടുന്നത് നാം എത്ര കാണുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതാ പറഞ്ഞത് മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീ. എന്തുകൊണ്ടാണിത് കാരണം? ഇവനറിയില്ല. മിൻ ഹൈസു ലം യദ്രി, ഇവൻ അറിയാതിരിക്കുന്നു. അന്ന സുമ്മ ഫിദ്ദസമീ, വിഷമുള്ളത് കൊഴുപ്പുള്ള ഭക്ഷണത്തിലാണ്. കൊഴുപ്പുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന കാര്യം ഇവൻ അറിയുന്നില്ല. പല നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങളിലും വിഷമുണ്ട്, ഇത് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. അങ്ങനെ ഇവൻ പെട്ടുപോകുകയാണ്. ഇത് ശരിക്കും നീ ശ്രദ്ധിക്കണം കേട്ടോ. എന്നതിന് ഒരു കാരണമെന്ന നിലക്കാണ് മഹാനവറുകൾ എന്ന വരി കൂട്ടിച്ചേർക്കുന്നത്. ഒരുപാട് അർത്ഥ സാധ്യതകളുണ്ട് അതിന്. ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന, ഇബാദത്തിനെ കളങ്കപ്പെടുത്തുന്ന വിശ്വാസപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെ നീ എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് തോന്നിപ്പോകുന്ന ഒരു സുഖാണല്ലോ. വളരെ ഗൗരവത്തോടു കൂടി ഓർക്കണം. നമ്മുടെ സാധാരണക്കാരായ ഉപ്പമാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വഹാബി ആയെങ്കിൽ എന്താ ഉസ്താദേ, മൗദൂദി ആയെങ്കിൽ എന്താ ഉസ്താദേ, സംഗതിന്റെ കുട്ടി നേരത്തെ നിസ്കരിക്കുന്നുണ്ടല്ലോ. സംഗതി എന്റെ കുട്ടി നേരത്തെ നിസ്കരിക്കുന്നത് നല്ലതാണെന്ന് തോന്നാൻ സംഗതി മാരകമാണ്. കണ്ടോ നിങ്ങൾ, കം ഹസ്സനത്ത് ലസ്സത്തൻ ലിൽമർഇ ഖാതിലതൻ. വിശ്വാസം റെഡിയല്ലേ, നല്ലതാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല. സംഗതി അതിന്റെ ആടോട്ടിറങ്ങി ചെല്ലുമ്പോൾ അത് വളരെ വളരെ അപകടകരമാണ്. ഇത് കാണാനുള്ള കണ്ണ് നമുക്കില്ല. ഇതിന്റെ വിശ്വാസം വെടിച്ചതുകൊണ്ടാണ്. നല്ല നിസ്കാരാണ്, നല്ല നോമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഖീദ റെഡിയല്ലേ, സംഗതി ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണിത്. അതിനൊക്കെ മഹാനവറുകൾ എടുത്ത ഉദാഹരണത്തൊക്കെ നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഭംഗിയുണ്ട് ആ ഉപമാലങ്കാരം. മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾ, അതിനെ ഇടയന്റെ ശ്രദ്ധയില്ലാതെയായാൽ, ഇടയന്റെ നോട്ടവും ശ്രദ്ധയും തെറ്റിപ്പോയാൽ ആ മൃഗം വേലിയേത് വിളയേതെന്ന് നോക്കാതെ മേഞ്ഞു തിന്നാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം സാലിഹായ അമലുകളിൽ മേയുമ്പോൾ പോലും ഇടയനാ കാര്യം ശ്രദ്ധിക്കണം. ഏതാ ഈ ഇടയൻ? ഇന്നലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇടയനായി പരിചയപ്പെടുത്തിയിട്ടില്ല. ശഹ്വത്ത് മേഞ്ഞു തിന്നുമ്പോ, ശരീരേച്ഛകൾ പലതിലും മേഞ്ഞു പോകുമ്പോ ഇടയനാകുന്ന അഖിൽ അവിടെ ഇടപെടണം, നമ്മുടെ ബുദ്ധി അവിടെ ഇടപെടണം. അപ്പൊ എപ്പോഴും ഇടയന്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. അനുവദിക്കപ്പെടാത്തതിലേക്ക് ശരീരം പോകുന്നുണ്ടോ? ശഹ്വത്ത് എവിടെയാണോ കടന്നു വരുന്നത് അതിനെ തുരത്തി ഓടിക്കാൻ ഈ ഇടയന് കഴിയണം, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. അല്ലെങ്കിൽ മറുകണ്ഠം ചാടാനുള്ള താല്പര്യത്തിലാണ് എപ്പോഴും നിന്റെ ശരീരമുള്ളത്. ആ ശരീരത്തെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രത തന്നെ ഈ വിഷയത്തിൽ നിനക്ക് വേണം.
ജാഗ്രത അത്യന്താപേക്ഷിതമായ ഒരു മേഖലയാണിത്. എപ്പോഴും നീ ഉണർന്നിരിക്കണം. എവിടെയെങ്കിലും ഞാൻ പെട്ടുപോകുമോ എന്ന്. എന്നിട്ട് നിന്റെ ശരീരത്തിൽ നിന്റെ മനസ്സിന് തോന്നുന്ന തെറ്റായ മോഹങ്ങളെ അത് നീ അതിന്റെ മുളയിൽ തന്നെ നുള്ളിയെടുക്കണം, നുള്ളിക്കളയണം. എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ, ഇനി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് മുസ്ലിം സഹോദരന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിലിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അവരറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ അപകടം കുടിയിരിക്കുന്നത് ഇവരറിയുന്നില്ല. കാരണം പന്നിമാംസം പോലും കഴിച്ചു പോകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കാതെ എന്നല്ല, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങിയാൽ നിങ്ങളെ കൊല്ലുന്ന പല ഭക്ഷണവും നിങ്ങളകത്താക്കും. ഇത് പറയുമ്പോൾ നമുക്ക് സാമ്രാജ്യത്വത്തെക്കുറിച്ചും പറയാം. കാരണം എന്തുകൊണ്ട്? പെപ്സിയും കൊക്കക്കോളയുമൊക്കെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വിഭാഗത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മളൊന്ന് മനസ്സ് കൊടുത്ത് ചിന്തിച്ചാൽ മനസ്സിലാകും. കം ഹസ്സനത്ത് ലസ്സതൻ ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈതു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി. അതുകൊണ്ട് മിന്നുന്നതെല്ലാം പൊന്നാണ്, വെളുത്തതെല്ലാം പാലാണ് എന്ന ധാരണ നമ്മൾ തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. ഈ ഉദാഹരണം പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ മഹാനവറുകൾ അടുത്ത ഈരടി ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ? അപകടങ്ങളെ നീ കരുതിയിരിക്കണം, സതിപ്രയോഗങ്ങളെ നീ കരുതിയിരിക്കണം. എവിടെയുള്ള സതികൾ? കൊടും പട്ടിണി കൊണ്ട് വലിയ അപകടങ്ങളുണ്ടാകും. വയറ് നിറയെ തിന്നാലും അപകടമുണ്ടാകും. പട്ടിണി കൊണ്ടും വയറ് നിറയെ ഉണ്ണുന്നത് കൊണ്ടുമുള്ള അപകടങ്ങളെ നീ ഭയപ്പെടണം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ കവനപാഠവും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ടവരുടെ ഭാഷാ നൈപുണ്യം. ബഹുമാനപ്പെട്ടവർ ഒരേ വിഷയം പറയുന്നത് രണ്ട് ശൈലിയിലാണ്. വിശപ്പും അതുപോലെ തന്നെ വയറ് നിറച്ച് തിന്നുന്നതും കാരണം നിനക്ക് വരുന്ന അപകടങ്ങളെ നീ പേടിച്ചോ. എത്ര വയറൊട്ടിയ വിശപ്പുകളാണ് ദഹനക്കേടിനേക്കാൾ, ഭക്ഷണം ഓവറായെന്ന കാരണം കൊണ്ടുണ്ടാകുന്ന ദഹനക്കേടിനേക്കാൾ അപകടകരമായ എത്രയെത്ര വിശപ്പുകളുണ്ട്. എന്ന് പറഞ്ഞ മഹാനവറുകൾ ആദ്യം പറഞ്ഞ അതേ ആശയം തന്നെ രണ്ടാമത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ട് ആ ബൈത്ത് അവിടെ പൂർത്തീകരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നിന്റെ ശരീരത്തിന് ഇച്ഛകളുണ്ട്. ആ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മരുന്നാണ് ഈ പറയുന്നത്. മിതമായി ഭക്ഷണം കഴിക്കുക. പട്ടിണി കിടക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ വിവാദത്തിന് ഒരു രസവും കിട്ടൂല. വിവാദത്തിന് ഒരു ഉന്മേഷം കിട്ടൂല എന്ന് മാത്രമല്ല, വിവാദത്തിന് കഴിയുന്നല്ല. വിവാദത്തിന് കഴിയുക തന്നെ ഇല്ല. നേരെ എഴുന്നേറ്റ് കഴിക്കാൻ കഴിയാത്ത മനുഷ്യരങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് ഒരു ഭക്ഷണവും കഴിക്കില്ലെന്ന് തീരുമാനിച്ച് കാലാകാലം നിങ്ങൾ വ്രതമെടുക്കാൻ പൊരുത്തപ്പെടുത്തി എന്ന് പറഞ്ഞ കൂട്ടുകാരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് അപകടമാണ്, ഇത് അക്രമമാണ്. നിങ്ങൾ സ്വന്തം ശരീരത്തെ ഈ രൂപത്തിൽ ആക്രമിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. വിശപ്പ് കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. വയറു നിറച്ച് തിന്നാലും അപകടമുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? രണ്ടിന്റെയും ഇടയിലാണ് മനുഷ്യൻ നിൽക്കേണ്ടത്. ഒരു മധ്യമ സ്വഭാവമാണ് മുസ്ലിം പാലിക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ വിഷയത്തിലൊക്കെ മുസ്ലിമീങ്ങൾ അവിടെയാണ്. നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും കാര്യങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം
ഒരു മദ്യ സ്വഭാവത്തിലുള്ള വിഷയങ്ങളാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. അത് ഭക്ഷണത്തിൽ അങ്ങനെയാണ്, ഫോൺ വിളിക്കുന്നിടത്ത് അങ്ങനെയാണ്, ലൈംഗിക ബന്ധത്തിൽ അങ്ങനെയാണ്, വാഹന ഉപയോഗത്തിൽ അങ്ങനെയാണ്, ജീവിതത്തിലെ സർവ്വവിധ സുഖങ്ങളിലും അങ്ങനെയാണ്. മനുഷ്യൻ ഒരു മിതമായ ശൈലിയിലാണ്. ഇസ്ലാം മുഴുവനും അങ്ങനെയാണ്. അവന്റെ ആരാധനാകർമ്മങ്ങൾ, വിശ്വാസം തൊട്ട് കർമ്മങ്ങൾ മുഴുവനും അങ്ങനെയാണ്. വിശ്വാസം, ചെറിയൊരു ഉദാഹരണം നോക്ക്. കർമ്മങ്ങൾ ഓരോന്നും പറയുമ്പോഴേക്ക് സമയം കിട്ടൂല. വിശ്വാസത്തിൽ ഒരു വിഭാഗം പറയുന്നു തീരെ ദൈവമില്ല, അത് ഇസ്ലാം അംഗീകരിക്കൂല. ദൈവമില്ല എന്ന അവസ്ഥ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരു വിഭാഗം പറഞ്ഞു ഉണ്ട്, പക്ഷെ ഒന്നൊന്നുമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഇസ്ലാം അതിന്റെ നടുക്കാ നിൽക്കുന്നത്. തീരെ ഇല്ലെന്ന് പറഞ്ഞതും അംഗീകരിക്കില്ല, ഒന്നിലധികമുണ്ടെന്ന് പറഞ്ഞതും അംഗീകരിക്കില്ല. ഒരു ദൈവം, ഒരു ഇലാഹ്, ഒരു ആരാധ്യൻ, ഇതാണ് ശരിയായ വശമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം മതം ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഉത്തമ സമൂഹമായി, മധ്യമ സമൂഹമായി നിങ്ങളെ നാം എടുത്തു എന്ന ഖുർആനിന്റെ വാക്യം, ഖുർആനിക പ്രഖ്യാപനം പ്രസക്തമാകുന്ന ഭാഗം. അതിവിടെയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടിന്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കരുത്. രണ്ടും പറ്റൂല എന്നാണ്. പട്ടിണിയും പറ്റൂല, വയറ് നിറയെ തിന്നുന്ന പരിപാടിയും പറ്റൂല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അതാദ്യം വിശദീകരിക്കാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. എത്ര പട്ടിണിയുണ്ട് ദഹനക്കേടിനേക്കാൾ ഷർറായത്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പിടികൂടുന്നത് പട്ടിണിയാണ് പലപ്പോഴും കൂടുതൽ അപകടം. നമുക്ക് നേരെ തിരിച്ചാ തോന്നുക. കാരണം മഹാന്മാരൊക്കെ ഒരുപാട് പട്ടിണി കിടന്നവരാണ്. പട്ടിണി കിടക്കുന്നത് പിന്നെയും കുഴപ്പമില്ല, വയറ് നിറച്ച് തിന്നാൻ പറ്റൂല എന്നല്ലേ പറയേണ്ടത്? അല്ല. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖാദൽ ഫഖറു അൻ യകൂന കുഫ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദാരിദ്ര്യം കുഫ്റിന്റെ വക്കോളം നിൽക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. തിന്നാൻ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ സംഗതി വിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് സുഭിക്ഷമായ ഒരു അവസ്ഥ ഈ ലോകത്ത് ഞാൻ ഉണ്ടാക്കട്ടെ? വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഹിന വേണ്ട, ഐശ്വര്യം എനിക്ക് വേണ്ട, സമൃദ്ധി വേണ്ട, പിന്നെന്താ വേണ്ടത്? ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കിട്ടണം, ഒരു ദിവസം പട്ടിണി. ഇങ്ങനെയാണ് പോയിക്കോട്ടെ. കാരണം പട്ടിണി എടുക്കുമ്പോൾ നിന്നൊരു ഓർമ്മ ഉണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള കുവ്വത്തും ഉണ്ടാവുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവ തീരെ നിന്നെ ആരാധിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുഴുവട്ടിയിലേക്ക് എത്തരുത് എന്നല്ല. പട്ടിണി എപ്പോഴാണോ മനുഷ്യനെ വളരെ ഗൗരവമായ രൂപത്തിൽ പിടികൂടുന്നത്, അന്നവന് ആദർശവും ഈമാനുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. അല്ലേ? സാധുക്കളുടെ വീട്ടിലേക്ക് പുത്തൻ പ്രസ്ഥാനക്കാരൻ അവന്റെ സക്കാത്തിന്റെ വിഹിതം കൊണ്ട് ചൊല്ലുമ്പോഴേക്ക് ആദർശമടക്കം വലിച്ചെറിഞ്ഞവൻ വീണ്ടും പിന്നാലെ പോകുന്നു. എന്തേ കാരണം? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ ഭക്ഷണം തരുന്നത് വരാം. ഇതേ രൂപത്തില് ക്രിസ്ത്യാനികൾ വലവീശി പിടിക്കുന്നു. പാവപ്പെട്ട മുസ്ലിം ദരിദ്രരായ മുസ്ലിമീങ്ങളെ വലവീശി പിടിക്കുന്നു. എന്തേ വിഷയം? ഒരു നേരത്തെ മരുന്നെത്തിച്ചു കൊടുത്ത്, ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത അപ്പൊ മുസ്ലിമീങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇതിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് സംഗതി നടക്കില്ല. ഞാനിത് പറഞ്ഞത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. വിശപ്പുണ്ടോ, പട്ടിണിയുണ്ടോ, ആ മനുഷ്യന്റെ ഈമാൻ പോലും സംരക്ഷിക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്റിനെ വളരെ ഗൗരവപൂർവ്വമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. പട്ടിണി കിടന്നുകൂടാ സുഹൃത്തുക്കളെ. എന്നാലോ കൂടുതൽ വയറു നിറഞ്ഞാലോ എപ്പോഴും വയറു നിറഞ്ഞു നിൽക്കുന്നവൻ അല്ലാഹുവിനെ ഓർമ്മയുണ്ടാവില്ല. അവൻ ഒരു പരമധികാരിയായിരിക്കും. അവനിൽ കുടികൊള്ളുന്നത് അഹങ്കാരമായിരിക്കും. പ്രകടനപരതയും അഹങ്കാരവും ഒക്കെ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. എപ്പോഴും അവനൊരു ധിക്കാരിയായി തന്നെ നിലനിൽക്കും. അവനെന്താ? വിശപ്പിന്റെ കാഠിന്യമെന്ന്, വിശപ്പിന്റെ വിഷമം എന്താണെന്ന് എന്നും വയറു വീർന്നു നിൽക്കുന്നവൻ അറിയാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടേ ഇബാദത്തിന് കഴിയാത്ത രൂപത്തിൽ വയറൊട്ടി നിൽക്കുന്നതും ഇബാദത്ത് മടുപ്പിക്കുന്ന രൂപത്തിൽ, അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ രണ്ടു കാര്യവും, വിശപ്പും കൊടും പട്ടിണിയും അതുപോലെ തന്നെ വീർത്ത വയറും, ഇത് രണ്ടും അപകടമാണ്, കരുതണം കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നീ എന്തു ചെയ്യണം? മധ്യമ നിലക്കാതെ നിൽക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്.
വലാ തുസ്രിഫൂ. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ നിസ്കാര ഹാളുകളിൽ മുഴുവൻ, നിസ്കാര പ്രാർത്ഥനാ ഹാളുകളിൽ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ഭംഗി പിടിക്കണം. എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, അടിപൊളി വസ്ത്രം ധരിക്കുക, ശുദ്ധിയായി നല്ല കണ്ടീഷനായി നിൽക്കുന്ന എപ്പോഴും നിസ്കാരത്തിന് നിൽക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോ. എന്നിട്ടോ കുലൂ വശ്റബൂ, കുറച്ചൊക്കെ തിന്നോ കുടിച്ചോ, പക്ഷേ വലാ തുസ്രിഫൂ, അമിതമാകണ്ട. കണ്ടോ, ഇബാദത്തിന് ഒരുങ്ങി തയ്യാറാകുന്നിടത്ത് ഫോമോടുകൂടെ ഇബാദത്തിലേക്ക് നിൽക്കണമെങ്കിൽ തിന്നണം കുടിക്കണം. എങ്ങനെ? ഓവറാകാതെ തിന്നണം കുടിക്കണം. തീരെ തിന്നാഞ്ഞാൽ ഇബാദത്തിന് നിൽക്കാനുള്ള ജീവൻ ഉണ്ടാവില്ല. തീരെ തിന്നാഞ്ഞാലുള്ള അവസ്ഥ ഏതാണ്? തിന്നൽ ഓവറായാലോ അതിനൊരു നശാത്തും ഉണ്ടാകില്ല, ഒരു ഉന്മേഷവും ഉണ്ടാകില്ല. കടമ നിർവഹിക്കുന്ന തറാവീഹ് നിസ്കാരങ്ങളായിരിക്കും. പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടല്ലോ, നോമ്പ് തുറക്കുമ്പോ കയറ്റാത്തൊരു വിഭവം ഉണ്ടാവില്ല, കൺമുമ്പിൽ കാണുന്നതൊക്കെ വലിച്ചു കയറ്റും. പിന്നെ തറാവീഹ് ഒരു കടമ നിർവഹണം മാത്രമായിരിക്കും. നേരെ മറിച്ച് സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ, അതുപോലെ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, നോമ്പ് തുറക്കുമ്പോൾ ഒരു ലഘു ഭക്ഷണം, എന്നിട്ട് തറാവീഹൊക്കെ കഴിഞ്ഞു വന്നിട്ട് പിന്നെയാണ് ഇവർ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത്, നന്നായി ഭക്ഷണം കഴിക്കുന്നത്. വയറു നിറയെ കഴിക്കുക എന്നുള്ളൊരു കാര്യം മുസ്ലിമിന് ഒരിക്കലും ഇല്ല. നന്നായി ഭക്ഷണം കഴിക്കുന്നത് പിന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വയറു നിറയെ ഭക്ഷണം വീണോ അവന് സ്വാഭാവികമായും ഒരു അലസത വരും. ഇത് വരരുത്. അതുപോലെ പാട വിശന്നാലും വിഷമാൻ. അപ്പൊ അതിന്റെ നടുക്ക, ഒത്ത നടുക്ക സെന്ററിൽ നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ അതിൽ വലിയ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചതുപോലെ ഭക്ഷണം കഴിച്ചാൽ, നിബിധങ്ങൾ പഠിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല ആരോഗ്യം നിലനിൽക്കും. അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പൂർണ്ണാരോഗ്യവാനായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? നിബിധങ്ങളുടെ ഭക്ഷണക്രമം അതൊരു കാരണമാണ്. അല്ലാഹു തആല നിബിധങ്ങളെ പൂർണ്ണനായിട്ട് ആസൃഷ്ടിച്ചത്, അതുകൊണ്ടൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നാലും നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആ ഭക്ഷണ രീതി നാം പാലിക്കുന്നെങ്കിൽ ഉറപ്പാണ് ഒരു കുഴപ്പവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകൂല. അതാ വേണ്ടത്. ഇബാദത്തിനൊക്കെ നല്ല രസം കിട്ടും. ഇത് കണ്ണിൽ കണ്ടതൊക്കെ പിടിച്ച് വിഴുങ്ങുന്ന സ്വഭാവമായാൽ അതൊന്നും നടക്കൂല ഒരിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, മുസ്ലിം ഭക്ഷണം കഴിക്കുക ഒരു വയറ്റിനാണ്, അവിശ്വാസി ഭക്ഷണം കഴിക്കുക 7 പള്ളക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു ആള് കയറി വരികയാണ്, ഒരു അറാബിയാണ്. എന്നല്ല, ഇയാൾ യഥാർത്ഥത്തിൽ ഈ കയറി വരുന്ന ആള് മുസ്ലിമല്ല. ഇയാൾ കയറി വരുന്ന ആള്. അയാൾ കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, മുഹമ്മദേ, ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് വിരുന്നു കൂടട്ടെ. വല്ലാതെ വിഷമിട്ടുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വീകരിക്കുകയാണ്. പഠിക്കണം. റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന ഇമാം ബൂസീരി കവിതകളെ കുറിച്ച് മദ്ഹ് പാടിയ കവിതയിലേക്കാണ് നാം കടന്നു വരുന്നത്. ഇവിടെ വെച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലപ്പാവിൽ ബോംബ് കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഭീകരവാദിയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി അസഹിഷ്ണുത പരത്തിയിരുന്ന ആളാണ്, പ്രകടിപ്പിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞു പരത്തിയ പോപ്പ് എത്ര വലിയവനായാലും ആഗ്രഹിക്കുന്നില്ല. എന്തേ കാരണം? കണ്ടോ നിങ്ങൾ, ഒരന്യമതസ്ഥനെ അതാ മനസ്സുകൊണ്ട് നബിതങ്ങൾ വിരുന്ന് സൽക്കരിക്കുന്നു. ഒരു വിഷമവുമില്ല. വിരുന്ന് സൽക്കരിക്കുന്ന സമയത്ത് അന്യമതസ്ഥനാണ്. ഇയാൾക്ക് വേണ്ടി ഹദീസിൽ വന്നത് കാണാൻ നമുക്ക്. നബിതങ്ങൾ പറഞ്ഞു, ആടിനെ കഴിച്ചു കൊണ്ടുപോവാ, ഇയാൾക്ക് കറന്നു കൊടുക്കാനാണ്. അങ്ങനെ ആട്ടിനെ കഴിച്ചു കൊണ്ടുവന്ന് ഒരാട്ടിന്റെ പാല് കറന്ന് ഇയാൾക്ക് കൊടുത്തപ്പോ ഇയാളത് ഒറ്റയടിക്ക് വലിച്ചു കുടിച്ചു. ഇയാൾക്കതെവിടെയും എത്തിയിട്ടില്ല. നബിതങ്ങൾ ചോദിച്ചു, ഇനി വേണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, കിട്ടിയാൽ കുഴപ്പമില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, കിട്ടിയാൽ കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വേറൊരാടിനെയും കൂടെ കൊണ്ടുവന്ന് കറന്നു കൊടുത്തു. അടുത്തൊരാടിനെയും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഇയാള് 7 ആടുകൾ അവയുടെ പാല് മുഴുവനും കുടിച്ചു കൊടുത്തു. 7 ആടിനെ കറന്ന പാല് ഒറ്റ ഇരുത്തത്തിലായി കുടിക്കുന്നത്. അത്ഭുതത്തിന് മാത്രം വകയില്ല. എല്ലാവരും ഇത് കണ്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇവനൊരു
രണ്ടാം റഫായി തന്നെയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തന്നെ തോന്നുന്ന എന്താ ഇത് സംഭവം. ഏതാവട്ടെ, അന്നതവിടെ കഴിഞ്ഞു, അദ്ദേഹം അവിടെ കിടന്നു. പക്ഷേ ആ ഒരൊറ്റ രാത്രി കൊണ്ട് വാളെടുത്ത് ഇസ്ലാം മതം ആശ്ലേഷിപ്പിച്ചതല്ല, ബലാത്കാരമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല. അമുസ്ലിമായിരിക്കെ തന്നെ അവന് ഭക്ഷണം കൊടുത്തു. അവനുമായി പെരുമാറിയപ്പോ ഹബീബിന്റെ പെരുമാറ്റ ശൈലിയിൽ ആകർഷിക്കപ്പെട്ട് അയാൾ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴാണ് നിങ്ങളുടെ വലിപ്പമറിയുന്നത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യമറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാരുത ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദാ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണമെന്ന് പറഞ്ഞയാൾ മുസ്ലിമാകുന്നു. രാത്രി ഇയാൾ മുസ്ലിമായി. ഉറങ്ങി പിറ്റേന്ന് എണീക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, ഒരു 7 ആടിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. കാരണം ഇയാളെ ഭക്ഷണ രീതി അതാണ്. ഓരോരുത്തർക്കനുസരിച്ചാണല്ലോ നമ്മൾ പാത്രത്തിൽ ചോറ് കൊണ്ടുപോകുക. ഓരോ ആളെ ആദ്യം തന്നെ നമ്മൾ കണക്കൂട്ടുകയാണ്, അവർക്കനുസരിച്ച് ആ വളമ്പി കൊടുക്കുക. അപ്പോ 7 ആടിനെ ആദ്യം തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇന്നലെ കുടിച്ചത് 7 ആടിന്റെ പാല. അപ്പൊ ഇന്ന് നേരം വിളിക്കുമ്പോഴേക്ക് അതൊക്കെ തീർന്നു. ഇനി പുതിയത് കുടിപ്പിക്കാൻ 1 ആടിന്റെ പാല് കറന്നു കൊടുത്തു. അത് അയാൾ ബിസ്മി ചൊല്ലി കുടിച്ചു. ഇന്ന് മുസ്ലിമാ. കുടിച്ചു. ഇനി വേണോന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായിട്ട് നിയന്ത്രിക്കണം. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ ആടിനെ കറന്നു കൊടുത്തപ്പോൾ കുറച്ചങ്ങ് കുടിച്ചപ്പോഴേക്കും അടുത്തു. ഇയാൾ ചോദിച്ചു, നബിയെ, ഇതെന്താ അത്ഭുതം, ഞാൻ ഇന്നലെ 7 ആടിന്റെ പാല് കുടിച്ചതാണല്ലോ, ഇന്ന് 1 ആടിന്റെ പാല് കുടിച്ചപ്പോഴേക്ക് എനിക്ക് മടുത്തു പോയല്ലോ നബിയേ. അപ്പോഴാ നബിതങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു യഅകുലു ഫീ നിഅം വാഹിദ് വൽ കാഫിറു ഫീ സബ്അതി അംആ. വിശ്വാസി തിന്നുക ഒരു പള്ളക്ക, അവിശ്വാസി തിന്നുക 7 പള്ളയിൽ കൊള്ളുന്നതാണ്. ഒന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി പഠിപ്പിച്ച ഭക്ഷണക്രമത്തിലേക്ക് വരിക. എന്താണ് നബിതങ്ങൾ പഠിപ്പിച്ച ഭക്ഷണക്രമം? ഈയിടെ അടുത്തായി ഞാനൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയി. ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ രോഗം വരാനുള്ള പ്രധാന കാരണം വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം നന്നായി കുടിച്ചാൽ ഒരിക്കലും ഇത്തരം രോഗങ്ങളുണ്ടാവില്ല. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ് ഞാൻ. നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കാറുണ്ട്. അപ്പൊ എത്ര കുടിക്കാറുണ്ട്? ഒരു 3-4 ഗ്ലാസ്സൊക്കെ കുടിക്കുമെന്ന് വെച്ചു. എന്നെ തട്ടാൻ വേണ്ടിയാ ഡോക്ടർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, 3-4 ഗ്ലാസ്സൊക്കെ എന്തായാലും കുടിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ചുരുങ്ങിയത് 20 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. 20 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കുടിക്കണം, എന്നാ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഡോക്ടർ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം അത്രത്തോളം വെള്ളം കുടിക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തുപോയത്, ലക്ഷ്മീനാരായണൻ ഡോക്ടർ ലക്ഷ്മീനാരായണൻ ഇത് പറയുമ്പോ നമുക്ക് വലിയ കാര്യം. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരും കൂടെ ചേർത്തിട്ടാ ലക്ഷ്മീനാരായണൻ എന്ന് പറഞ്ഞത്.